ഹായ്, കേൾക്കുന്നുണ്ടോ? Hi, teacher. കേൾക്കുന്നില്ലേ? Teacher, ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ടോപ്പിക് ആണ് ബൈനറി ഓപ്പറേഷൻസ്. ബൈനറി ഓപ്പറേഷൻസ് നെക്സ്റ്റ് ഇതിനകത്ത് ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്. അപ്പം ബൈനറി ഓപ്പറേഷന്റെ ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. അപ്പം കൺസിഡർ ദിസ് സെറ്റ് n of natural numbers. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് കൺസിഡർ ചെയ്യാം. അതില് നമ്മള് ഒരു പ്ലസ് എന്ന അഡീഷൻ എടുത്തു കഴിഞ്ഞാല് ഈ എന്നിൽ നിന്ന് രണ്ട് എലമെന്റ്സ് എടുത്ത് നമ്മൾ ആഡ് ചെയ്യുക. അതായത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ 2 and 3 എടുത്തു, എന്നിട്ട് 2 + 3 ചെയ്തു. 2 + 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഇറ്റ്സ് എൻ എലമെന്റ് ഓഫ് n. അത് എന്നിലെ തന്നെ എലമെന്റ് ആണ്. പിന്നെ അതുപോലെ ഏത് പെയർ ഓഫ് എലമെന്റ്സ് എടുത്ത് ഇതുപോലെ ആഡ് ചെയ്താലും ആ സെറ്റിനകത്ത് തന്നെ വരും. ഇനി സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് സെറ്റ് കൺസിഡർ ചെയ്യാം. സെയിം പെയർ നോക്കുക. 2 and 3 എടുത്തു. കൺസിഡർ ദി ഓപ്പറേഷൻ മൈനസ് കൺസിഡർ ചെയ്യാൻ, സബ്ട്രാക്ഷൻ. 2 - 3 it is -1. it is an element of set. ഇനി ഈ എലമെന്റ്സ് പെയർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓർഡേർഡ് പെയർ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. കാരണം ഓർഡർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇതിനെ നമുക്ക് തിരിച്ചാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 3 - 2 it is 1. it is an element of set. അപ്പൊ സെറ്റിനകത്ത് ഏത് ഓർഡേർഡ് പെയർ എടുത്ത് സബ്ട്രാക്ഷൻ നമ്മൾ അതില് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്നത് ഒരു ഇൻഡിജർ ആയിരിക്കും. ഏത് രണ്ട് ഇൻഡിജേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താലും മറ്റൊരു ഇൻഡിജർ നമുക്ക് കിട്ടും. ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താലും നമുക്ക് മറ്റൊരു നാച്ചുറൽ നമ്പർ കിട്ടും. ഇനി നോക്കാം, നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് കൺസിഡർ ചെയ്യാം. അതിൽ നമ്മൾ സബ്ട്രാക്ഷൻ ആണ് പറയാൻ പോകുന്നത്. 2 and 3 എടുത്തിട്ട് 2 - 3 കണ്ടു. 2 - 3 is -1. ഈ -1 എന്നിലെ എലമെന്റ് ആണോ? അല്ല, it is not an element of n. യെസ്. അപ്പൊ നോക്കാം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റും ആ ഓപ്പറേഷനും. ഇപ്പൊ സെറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മൈനസ് എടുത്ത് ഏത് രണ്ട് എലമെന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ എലമെന്റ്സിനെ അത് ഇന്റിജർ ആയിട്ട് കിട്ടും. പക്ഷെ സബ്ട്രാക്ഷൻ നമ്മൾ എന്നിലാണ് പറയുന്നതെങ്കിൽ ഏത് രണ്ട് നാച്ചുറൽ നമ്പർ എടുത്ത് സബ്ട്രാക്ട് ചെയ്താലും എന്നിലെ എലമെന്റ് ആവണമെന്നില്ല. അപ്പൊ ഇനി എന്താണ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയാൻ പോവാണ്. ഒരു സെറ്റിനകത്ത് നിന്ന് രണ്ട് എലമെന്റ്സ് എടുത്ത്, മീൻസ് ഒരു ഓർഡേർഡ് പെയർ എടുത്ത് ഈ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ, കിട്ടുന്ന എലമെന്റ് ആ സെറ്റിനകത്ത് തന്നെ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ. ഇനി ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാർ is a binary operation on A if is a non-empty set. A cross A, if star maps A cross A to A. സ്റ്റാർ A cross A നിന്ന് എയിലേക്ക് മാപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ നമ്മൾ പെയർ എടുത്തു. പെയർ ഓഫ് ഓർഡേർഡ് പെയർ എടുക്കണമെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്നാണ് നമുക്ക് പെയർ ഇടുന്നത്. കിട്ടുന്ന ആൻസർ സെറ്റിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് മാപ്പിംഗ് ഈസ് ടു എയിലേക്ക് ആണ് മാപ്പിംഗ്. ഏത് രീതിയില്? സ്റ്റാർ ഓഫ് എ ബി ഈക്വൽ ടു എ സ്റ്റാർ ബി. അപ്പൊ ഇവിടെ പ്ലസ് ഓഫ് 2 and 3 ഈക്വൽ ടു 2 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഇവിടെ ആ സ്റ്റാർ എന്നത് ജനറലി പറയാണ്. ഇപ്പൊ പ്ലസ് ആണ് വരുന്നെങ്കിൽ പ്ലസ് ഓഫ് 2 and 3 is 2 + 3 that is equal to 5. It is an element of n. So the definition is star is a binary operation if it is a map
from A cross A to A such that star of AB equal to A star B, where A and B elements of A. This must be true for every A and B in A. That is the binary operation. Minus natural numbers binary അല്ല. കാരണം ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് എടുത്ത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു നാച്ചുറൽ നമ്പർ ആവണം നിർബന്ധമില്ല. അതുകൊണ്ട് negative or subtraction is not a binary in the set of natural numbers, but subtraction is a binary operation in set. Addition is a binary operation in n. In division നോക്കുക. Consider this set R, set of reals. ഒരു റിയൽ നമ്പറിനെ മറ്റൊരു റിയൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു റിയൽ നമ്പർ കിട്ടും. ഇപ്പം if A and B are real numbers, then A by B is a real number. It is in R. So division is binary in R. It is a binary operation in R. ഇനി അങ്ങനെ അതിനെ that set is closed under this operation എന്നും പറയും. തിരിച്ചിപ്പം division is a binary operation in R എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ R is closed under division. That set is closed. അത് വേർഡ് മീനിങ് പറയുകയാണെങ്കിൽ ആ സെറ്റിൽ നിന്ന് രണ്ട് എലമെന്റ്സ് എടുത്ത് നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്താൽ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന എലമെന്റ് റിസൾട്ട് പുറത്ത് പോകുന്നില്ല, ആ സെറ്റിനകത്ത് തന്നെ വീഴുന്നു, അതിനകത്ത് തന്നെ വരുന്നു. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ആർ ഇസ് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. ഇനിയിപ്പോ നമ്മള് ഡിവിഷൻ ഇൻ ദി സെറ്റ് ഓഫ് സെറ്റ് ഇന്റിജേഴ്സിൽ പറയുകയാണെങ്കിൽ അപ്പൊ ഒരു ഇന്റിജറിനെ മറ്റൊരു ഇന്റിജർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇപ്പൊ 2/3 ആണെങ്കിൽ അതൊരു ഇന്റിജർ ആണോ? അല്ല, ഇറ്റ് ഈസ് നോട്ട് an integer. So this division is not a binary in set, or set is not closed under this division. So binary operation എന്ന് പറഞ്ഞാൽ ഏകദേശം ക്ലിയർ ആയി കാണും. ഇപ്പം ഡെഫിനിഷൻ ഇതാണ്. Star is a binary operation on A if star maps from A cross A to A by star of ordered pair AB is equal to A star B for every A and B in A. Okay, ഇനി നമുക്ക് ഈ ബൈനറി ഓപ്പറേഷൻസിന്റെ ആൾജിബ്രൈക് പ്രോപ്പർട്ടീസ് ഒന്ന് പറയാം. പ്രോപ്പർട്ടീസ്. First one, star is commutative. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പ്രോപ്പർട്ടീസ് കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റിവിറ്റി ഒക്കെ ജസ്റ്റ് കേട്ടതാണ്. ഇപ്പൊ ഇവിടെ വരുമ്പോൾ ഇത് സ്റ്റാറിലാണ് നമ്മൾ പറയുന്നത്. അപ്പം എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ. ടീച്ചർ, ഈ സ്റ്റാർ എന്ന് പറഞ്ഞ എന്താണ്? സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പ്ലസ് മൈനസ് ഡിവിഷൻ ഇതൊക്കെ പർട്ടിക്കുലർ കേസ് ആണ്. അതിനെ ജനറലൈസ് ചെയ്തിട്ട് പറയുന്ന ഒരു നൊട്ടേഷൻ ആണ് ഈ സ്റ്റാർ. മനസ്സിലായില്ലേ? ഓക്കെ ടീച്ചർ, മനസ്സിലായി. അപ്പൊ ഫസ്റ്റ് വൺ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ. പ്രോപ്പർട്ടി നമുക്കറിയാം, കമ്മ്യൂട്ടേറ്റിവിറ്റി. കമ്മ്യൂട്ട് ചെയ്യണമെങ്കിൽ എ സ്റ്റാർ ബി ബി സ്റ്റാർ ആയിരിക്കണം. സെക്കൻഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആണെങ്കിൽ നമ്മളത് അസോസിയേറ്റീവ് ആണെന്ന് പറയും. സ്റ്റാർ അസോസിയേറ്റീവ് ആവണമെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ സി മസ്റ്റ് ബി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. Then third, existence of identity element. അപ്പോൾ ഈ
ഇ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഐഡന്റിറ്റി എലമെന്റിനെ. ഇ ഇസ് ദി ഐഡന്റിറ്റി if a star e equal to e star a. അപ്പൊ ഇത് എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പൊ നമ്മള് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ നോക്കുക, അഡീഷൻ നോക്കുക. അഡീഷൻ എടുത്തു കഴിഞ്ഞാല് ഏതൊരു നമ്പറിനെയും 0 ആഡ് ചെയ്ത് കൊടുത്താൽ, ഏതൊരു നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്പർ തന്നെ കിട്ടും. ഏതൊരു നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്താൽ നമ്പർ തന്നെ കിട്ടും. So 0 is the additive identity. അഡീഷന്റെ ഐഡന്റിറ്റി ആണ് 0 എന്ന് നമ്മൾ പറയും. ആണ് ഐഡന്റിറ്റി എലമെന്റ്. അപ്പൊ അവിടെ ജനറലി പറഞ്ഞാൽ ഈസ് ദി ഐഡന്റിറ്റി ഇഫ് എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ. Then this must be true for every a in this set. So set നമ്മൾ ക്യാപിറ്റൽ എ ആണ് പറയുന്നതെങ്കിൽ ആ ക്യാപിറ്റൽ എയിൽ. Fourth one, existence of inverse. Existence of inverse. അപ്പൊ എയുടെ ഇൻവേഴ്സ് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. ദിസ് ഇസ് എ ഇൻവേഴ്സ്. അപ്പം എയുടെ ഇൻവേഴ്സ് ആണെന്ന് പറയണമെങ്കിൽ എ സ്റ്റാർ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് സ്റ്റാർ എ. അപ്പൊ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എ ഇൻവേഴ്സിന്, അതായത് ഓരോ എലമെന്റിനും ഓരോ ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മള് പറയുകയാണെങ്കിൽ അഡീഷൻ നോക്കുക. അഡീഷന്റെ കേസിൽ പിന്നെ സെറ്റ് ഓഫ് ഇന്റിജേഴ്സിൽ നമ്മൾ അഡീഷൻ പറയുകയാണെങ്കിൽ ഒരു എലമെന്റിന്റെ കൂടെ അതിന്റെ നെഗറ്റീവ് ആഡ് ചെയ്താൽ നമുക്ക് ഐഡന്റിറ്റി ആയ 0 കിട്ടും. അഡീഷൻ ആണെങ്കിൽ ഐഡന്റിറ്റി എലമെന്റ് 0. അപ്പൊ ഒരു എലമെന്റിന്റെ കൂടെ അതിന്റെ നെഗറ്റീവ് ആഡ് ചെയ്താൽ 0 കിട്ടും. അപ്പൊ ആ നെഗറ്റീവിനെയാണ് അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും അഡീഷൻ ആയതുകൊണ്ട്. അപ്പൊ ജനറലി ഇൻവേഴ്സ്. ഇനിയിപ്പോ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി 1 ആണ്. കാരണം ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ തന്നെ കിട്ടും. ആ കേസിൽ ഇ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോ ഒരു നമ്പറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടുമോ അതാണ് അതിന്റെ ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇപ്പൊ ആ കേസിൽ വരികയാണെങ്കിൽ റെസിപ്രോക്കൽ ആണ് വരിക. ഇപ്പൊ 3 എന്ന നമ്പർ എടുക്കുക. 3യെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1 കിട്ടും. സോ ഇൻവേഴ്സ് ഓഫ് 3 ഈസ് 1/3. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 ഈസ് 1/3 എന്ന് പറയും. ഓക്കെ, ഇതാണ് ഫോർത്ത് വൺ. A inverse is the inverse of A if A star A inverse is equal to E equal to A inverse star A. അപ്പൊ ഇവിടെ നോക്കാം, ഓരോ എക്കും ഓരോ എലമെന്റിനും ഓരോ ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ രണ്ടും കൂടെ ബൈനറി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിറ്റി കിട്ടുന്ന രീതിയിൽ. അതാണ് അതിന്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, എഴുതിയോ? ടീച്ചർ. നമുക്ക് പ്രോബ്ലംസിലേക്ക് വരാം. എക്സസൈസ് 1.4 ആണ് നമ്മൾ നോക്കുന്നത്. ഇനി questions. Determine whether or not each of the definition of star given below gives a binary operation. അതായത് കുറെ സ്റ്റാർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അത് ബൈനറി ഓപ്പറേഷൻ ആണോ? ഇൻ ദി event that star is not a binary operation, give justification. അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് പറയാനായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ സെറ്റ് പ്ലസിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. Define star by A star B equal to A minus B. A star B equal to A minus B. അപ്പൊ ഇവിടെ ഇതാണ് സ്റ്റാറിന്റെ ഡെഫിനിഷൻ. ഏത് സെറ്റിലാണ്? സെറ്റ് പ്ലസില്. സെറ്റ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഏതാ? നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഇല്ല ഇതിനകത്ത്. നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സിന്റെ സെറ്റ് ആണ്
set plus. Set notation kanda manasilakkana. It is non-negative integers. Appo idu എന്ത് തോന്നുന്നു? ബൈനറി ആവോ? ബൈനറി ആവണമെങ്കിൽ സെറ്റ് ക്ലോസ്ഡ് ആവണം. അതായത് നമ്മൾ രണ്ട് എലമെന്റ്സ് എടുത്ത് സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആ നമ്പർ സെറ്റ് പ്ലസിൽ തന്നെ വരണം, സെറ്റ് പ്ലസിനകത്ത് തന്നെ വരണം. അപ്പൊ ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചാൽ മതി. 2 and 3, 2 star 3 നോക്കാം. ഇറ്റ് ഈസ് 2 minus 3. 2 minus 3 എത്ര? -1. അത് എലമെന്റ് ആണോ സെറ്റ് പ്ലസിലെ? No, it is not an element of set plus. So it is not binary. Star is not binary. Star is not binary. Clear? Doubt undo? ഇല്ല ടീച്ചർ. അതാണ്. അപ്പൊ ജസ്റ്റിഫിക്കേഷൻ തന്നെയാണ് നമ്മൾ കൊടുത്ത കൗണ്ടർ എക്സാമ്പിൾ. Next, on R defines നമ്മൾ നോക്കുന്ന 1ൽ 3rd ക്വസ്റ്റ്യൻ ആണ്. അതിനെ കുറിച്ച് അവർക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് 1ൽ 3rd ആണ് ഇനി ചെയ്യാൻ പോണത്. on R define star by a star b equal to ab square. A star b equal to ab square. അപ്പൊ ഇവിടെ ഡെഫിനിഷൻ നോക്കാം. എ സ്റ്റാർ ബി എന്താ? എ ബി സ്ക്വയർ ആണ്. അതായത് സ്റ്റാർ ചെയ്യുന്നത് എന്താണ്? ഈ സ്റ്റാർ എന്ന ബൈനറി ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാല് എ സ്റ്റാർ ബി കാണുമ്പോൾ ഫസ്റ്റ് എലമെന്റ് ഇൻടു സ്ക്വയർ ഓഫ് ദി സെക്കൻഡ് എലമെന്റ്. അതാണ് അതിന്റെ മീനിങ്, അതാണ് ഡെഫിനിഷന്റെ മീനിങ്. അപ്പൊ ഇത് ആറിൽ ബൈനറി ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഒരു റിയൽ നമ്പറും മറ്റൊരു റിയൽ നമ്പറിന്റെ സ്ക്വയർ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എപ്പോഴും എന്ത് കിട്ടും? വേറൊരു റിയൽ നമ്പർ കിട്ടും അല്ലേ? ഇറ്റ്സ് അനദർ റിയൽ നമ്പർ. അപ്പൊ ഇവിടെ ദിസ് ഇസ് എ റിയൽ നമ്പർ. സോ ഇറ്റ് ഈസ് സ്റ്റാർ ഇസ് ബൈനറി. സ്റ്റാർ ഇസ് ബൈനറി. അപ്പൊ ഇനി അതിനകത്ത് ബാക്കി അത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. അപ്പൊ എഴുതിക്കോളൂ. 1.4 ക്വസ്റ്റ്യൻ 1 245. ക്വസ്റ്റ്യൻ 1 245 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ 2, ഫോർ ഈച്ച് ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻ ബിലോ ഡിറ്റർമിൻ വെദർ ഇറ്റ് ഇസ് ബൈനറി, കമ്മ്യൂട്ടേറ്റീവ് ഓർ അസോസിയേറ്റീവ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ബൈനറി ആണോ, കമ്മ്യൂട്ടേറ്റീവ് ആണോ, അസോസിയേറ്റീവ് ആണോ, ഇത്രയാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതില് ഫസ്റ്റ് വൺ, ഓൺ സെറ്റ് define a star b equal to a minus b. First question. A minus b. അപ്പൊ ഇവിടെ സെറ്റ് ആണ്. സെറ്റ് നോക്കണം. സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്. അപ്പം ഏത് രണ്ട് ഇന്റിജേഴ്സ് എടുത്ത് സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് കിട്ടുന്നത് വേറൊരു ഇന്റിജർ ആണ്. ദിസ് ഇസ് an element of set. Therefore star is binary. ഇനി കമ്മ്യൂട്ട് ചെയ്യുമെന്ന് നോക്കണം. എ സ്റ്റാർ ബി ഇതാണ്. ബി സ്റ്റാർ എ എന്താ വരുന്നത്? ബൈ ദിസ് ഡെഫിനിഷൻ ബി മൈനസ് എ, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എ മൈനസ് ബി. Therefore a star b not equal to b star a, not commutative. It is not commutative. Then associativity. Associativity നമുക്ക് ഒരു എക്സാമ്പിൾ കാണിക്കുന്നതായിരിക്കും നല്ലത്. ഏതെങ്കിലും 3 നമ്പേഴ്സ് എടുത്തിട്ട് ഇപ്പൊ ഒരു 2 3 4 എടുത്തു എന്ന് വിചാരിക്കുക. 3 നമ്പേഴ്സ്. എന്നിട്ട് 2 star 3 star 4 എന്നീ നമ്പർ ഏത് വേണമെങ്കിൽ എടുക്കാം. ഈക്വൽ ടു ഇതെന്താ നോക്കാം. അപ്പൊ ബ്രാക്കറ്റിലുള്ളതിന് ആദ്യം റിസൾട്ട് കൊടുക്കണം. 2 star 3 is 2 minus 3 star 4. That is equal to 2 minus 3 എത്ര? -1 star 4. Again star apply ചെയ്യാം. മൈനസ് ആണ്. So it is -1 -4.
it is equal to -5. Then find 2 star 3 star 4. That is equal to 2 star 3 star 4 is 3 minus 4 by definition. E star in the definition. It is equal to 2 star 3 minus 4 is -1. Again star apply here. So it is 2 minus -1. So it is 2 plus 1, 3. Same or no? No. So not associative. ടീച്ചർ 1 അല്ലേ? എവിടെയാ ഇത് 3 minus 4 അല്ലേ? It is -1. പിന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യല്ലേ വേണ്ടത്. അപ്പൊ 2 minus -1. It is equal to 3. Clear അല്ലേ? ഓക്കെ ടീച്ചർ. So it is binary but not commutative, not associative. Next question ലേക്ക് പോവാം. Next, on set plus define A star B equal to 2 raised to AB. A star B equal to 2 raised to AB. അപ്പോൾ നോക്കുക ഇവിടുത്തെ സ്റ്റാർ നോക്കുക. അപ്പം A star by first element star second element എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റാർ ചെയ്യുന്നത് 2 raised to product of these two 2 raised to A into B എന്നാക്കും അതിനെ. അതാണ് ഇവിടുത്തെ സ്റ്റാറിന്റെ ഡെഫിനിഷൻ. അപ്പം ബൈനറി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് സെറ്റ് പ്ലസിലാണ് ഈ എലമെന്റ്സ് കിടക്കുന്നത്. 2 raised to product of 2 elements. It is always positive. Exponents ആണല്ലോ വരുന്നത്. So it is an element of set plus. നെഗറ്റീവ് വരില്ല. ക്ലിയർ അല്ലേ? എയും ബിയും നമ്മൾ എടുക്കുന്നത് സെറ്റ് പ്ലസ് എന്നാണ്. അപ്പൊ എയും പോസിറ്റീവ് ആണ് ബിയും പോസിറ്റീവ് ആണ് രണ്ട് എലമെന്റ്സ് എടുക്കുന്നത്. അപ്പൊ 2 raised to AB is an element of set plus. Then B A star B ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി B star കാണാം. 2 raised to BA. 2 raised to BA നമുക്ക് 2 raised to AB എന്ന് എഴുതാം. That is equal to A star B. Therefore commutative. It is commutative. Then associativity. A star B star C equal to A star B star C is equal to ആദ്യം ബ്രാക്കറ്റിന് ഡെഫിനിഷൻ കൊടുക്കണം. 2 raised to AB star C. ഇനി വീണ്ടും സ്റ്റാർ കൊടുക്കുക. അപ്പൊ 2 raised to the product അതാണ് സ്റ്റാർ ചെയ്യുന്നത്. So 2 raised to AB into C. 2 raised to AB into C. 2 raised to first element into second element. So 2 raised to, this is the first element, into second element. So it is 2 raised to AB into C. Then A star B star C equal to A star B star C is 2 raised to BC. 2 raised to product. 2 raised to BC. Again, വീണ്ടും ഡെഫിനിഷൻ കൊടുക്കണം. This is 2 raised to A into 2 raised to BC. 2 raised to the product. കമ്പയർ ചെയ്ത് നോക്കൂ രണ്ട് എലമെന്റിനെയും സെയിം ആണോ? അല്ല, ഡിഫറെന്റ് ആണ്. So not associative. It is not associative. Clear? Clear അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല ടീച്ചർ. Then
Next, on Q, define A star B equal to AB by 2. That's the third question. On Q, define A star B equal to AB by 2. AB by 2. അപ്പോൾ ഇത് നോക്കുക, സെറ്റ് ഓഫ് റാഷണൽസ്, Q സെറ്റ് ഓഫ് റാഷണൽസ് ആണ്. രണ്ട് റാഷണൽസിന്റെ പ്രോഡക്റ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ it will be again a rational number. So it is in Q, binary, star is binary, and B star A കാണാം. B star A is by definition BA by 2. അപ്പോൾ ആദ്യം സ്റ്റാർ എന്താണ് ഇവിടെ ഡെഫിനിഷൻ നോക്കി മനസ്സിലാക്കുക. പ്രോഡക്റ്റ് എടുത്തിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യും. രണ്ട് എലമെന്റ്സിനെ കൊടുത്താൽ പ്രോഡക്റ്റ് എടുക്കും, രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അതാണ് സ്റ്റാർ ചെയ്യുന്നത്. നോക്കുക, ഇതിനെ നമുക്ക് AB by 2 എന്ന് എഴുതാം. It is A star B, so therefore it is commutative. And associativity-ക്ക് 3 എലമെന്റ്സ് A star B star C എടുക്കുക. എന്നിട്ട് A star B AB by 2 star C. ഇനി വീണ്ടും ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാം. പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ 2. AB by 2 into C by 2. That is equal to ABC by 4. 2 ഡിനോമിനേറ്ററിലേക്ക് വരും. ABC by 4. Clear അല്ലേ? ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ മീനിങ് ഇൻറ്റു 1 by 2 ആണ്. ഇൻറ്റു 1 by 2 എടുക്കുമ്പോൾ 2 രണ്ടും ഡിനോമിനേറ്ററിൽ വരും. അങ്ങനെയാണ് 4 വരുന്നത്. ABC by 4. Then find A star B, A star B star C. That is equal to A star B star C is BC by 2. വീണ്ടും സ്റ്റാർ എടുക്കണം. A into BC by 2 by 2. It is again ABC by 4. Therefore, associative. Star is associative. Okay. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. നെക്സ്റ്റ് Okay. നോക്കൂ, 2-ലെ 6th. ഓൺ R മൈനസ് സെറ്റ് മൈനസ് 1. R മൈനസ് സെറ്റ് മൈനസ് 1-ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Define A star B equal to A by B plus A star B equal to A by B plus 1. ഇനി ഇത് ബൈനറി ആണോ, കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടോ, അസോസിയേറ്റീവ് ആണോ എന്നെല്ലാം നമുക്ക് നോക്കണം. അതിന് B star A കാണാം. സോറി, അതിനു മുമ്പ് സെറ്റ് ഇവിടെ തന്നിരിക്കുന്നത് R മൈനസ് സെറ്റ് മൈനസ് 1 ആണ്. അതായത് സെറ്റ് ഓഫ് റിയൽസിൽ നിന്ന് -1-നെ റിമൂവ് ചെയ്ത സെറ്റ് ആണ്. -1 റിമൂവ് ചെയ്യാൻ കാരണം ഇവിടെ ബിക്ക് വാല്യൂ -1 വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇത് ഉണ്ടാവില്ല, ഇത് ഡിഫൈൻഡ് ആവില്ല. അതുകൊണ്ടാണ് -1-നെ റിമൂവ് ചെയ്തിരിക്കുന്നത്. -1 അല്ലാത്ത എല്ലാ റിയൽ നമ്പേഴ്സും ആ സെറ്റിലുണ്ട്. അപ്പോൾ ഒരു റിയൽ നമ്പറിനെ വേറൊരു റിയൽ നമ്പർ +1 കൊണ്ട് ഡിവൈഡ് ചെയ്തു കിട്ടുന്നത് തന്നെയായിരിക്കും R മൈനസ് സെറ്റ്. സെറ്റ് തന്നുകൊണ്ട് ആറിന് എഴുതാതെ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതണം. അതാണ് സെറ്റ് എലമെന്റ് ഓഫ് R മൈനസ് സെറ്റ് -1. So it is binary. And find B star A, that is equal to B by. അപ്പോൾ ഇവിടെ നോക്കുക, A star B ചെയ്യുന്നത് A ഫസ്റ്റ് എലമെന്റ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് എലമെന്റ് +1. അതാണ് ഫസ്റ്റ് എലമെന്റ് ബൈ സെക്കൻഡ് എലമെന്റ് +1. ഓക്കെ, അപ്പോൾ ഇവിടെ B by A + 1 എന്ന് വരും. B by A + 1 ഒന്ന് കമ്പയർ ചെയ്യാം. A by B + 1-ഉം B by A + 1-ഉം സെയിം അല്ല. This is not equal to A star B. Therefore, not commutative. It is not commutative.
ഇനി നമുക്ക് അസോസിയേറ്റിവിറ്റി നോക്കണം. അസോസിയേറ്റിവിറ്റി ചെയ്യാൻ വേണ്ടി A star B star C equal to A star. ഇനി B star C definition കൊടുക്കുക. B by C plus 1. First element divided by second element plus 1. Again star കൊടുക്കണം. First element divided by second element plus 1. A divided by B by C plus 1 plus 1. Here the second element is B by C plus 1. It is equal to A by B plus combine ചെയ്യാം. C plus 1 എന്ന് വരും whole by C plus 1. അത് numerator വരും A into C plus 1 by B plus C plus 1 എന്ന് കിട്ടും നമുക്ക്. അല്ലെ ഏത് A star B star C. Now we have to find A star B star C. That is equal to A star B ആദ്യം കാണണം. A by B plus 1 star C. It is equal to first element divided by A by B plus 1 by C plus 1. Second element plus 1. Okay. It is equal to A by B plus 1. അതിനെ നമുക്ക് C plus 1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. So we have to multiply it by 1 by C plus 1. So it is A by B plus 1 into C plus 1. B plus 1 into C plus 1. നോക്കൂ രണ്ട് എക്സ്പ്രഷൻ നോക്കൂ സെയിം ആണോ? നോ, ഇറ്റ് ഈസ് നോട്ട് നോട്ട് അസോസിയേറ്റീവ്. It is not associative. ഇനി എഴുതിയോ? ആ ടീച്ചർ. അപ്പൊ ഇനി നമുക്ക് അതിൽ നിന്ന് നമ്മളിപ്പം ഇനി അതില് ക്വസ്റ്റ്യൻസ് ഉള്ളത് 1.4 ഹോംവർക്ക് ആണ് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനില് ക്വസ്റ്റ്യൻ 2 2 and 5 2 and 5 ചെയ്യാം. 2 and 5 ചെയ്യാം. Then ഇനി ഒരു ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ദി ബൈനറി ഓപ്പറേഷൻ on the set. ആ ബൈനറി ഓപ്പറേഷൻ തന്നിരിക്കുന്നത് ആൻഡ് ആണ്. അതിനെ വായിക്കുന്ന ആൻഡ് എന്ന് വായിക്കും. അത് ബി ഇങ്ങനെ തിരിച്ചു വെച്ച പോലെ സിമ്പിൾ ആണ്. കൺസിഡർ ദി ബൈനറി ഓപ്പറേഷൻ ആൻഡ് ഓൺ ദി സെറ്റ് 1 2 3 4 5. Defined by A and B equal to minimum of AB. Minimum of AB. Write the operation table of the operation and. ആൻഡിന്റെ ഓപ്പറേഷൻ ടേബിൾ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആൻഡിന്റെ ഓപ്പറേഷൻ ടേബിൾ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം. ആൻഡ് പിന്നെ 1 2 3 4 5 1 2 3 4 5 റോ കോളമായിട്ട് ഈ എലമെന്റ്സ് എഴുതുക. എന്നിട്ട് ആ ടേബിള് തന്ന ഓപ്പറേഷൻ വെച്ച് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ഇനി നോക്കുക കംപ്ലീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാല് 1 and 1 ഇവിടെ നമുക്ക് ആൻസേഴ്സ് കൊണ്ടാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ 1 and 1 എന്ന് പറഞ്ഞാല് മിനിമം ഓഫ് 1 and 1 ഇറ്റ് ഇസ് 1. Then 1 and 2 മിനിമം ഓഫ് 1 and 2 1 ആണ്. 1ന്റെയും 2ന്റെയും മിനിമം 1 അല്ലേ. 1 and 3
is 1, 1 and 4, 1, 1 and 5, 1. ഇനി ഇവിടെ വരാം 2 and 1. It is 1, 2 and 2, 2. Clear? ആൻഡ് എന്താണെന്ന് ക്ലിയർ ആയില്ലേ? രണ്ട് എലമെന്റ്സിൽ ഏതാണോ മിനിമം അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. 2 and 3, 2, 2 and 4, 2, 2 and 5, 2, 3 and 1, 3 and 2, 2, 3 and 3, 3 and 4 is 3, 3 and 5 is 3, 3 and 1 is 1, 2, 3, 4, 4 and 5 in the minimum, 4, 5 and 1, 1, 2, 3, 4, 5. This is the table. അതിന്റെ ഓപ്പറേഷൻ ടേബിൾ. Okay. എഴുതിയോ? ടീച്ചർ ആ സിമ്പിളിന്റെ പേരെന്താണ്? ആൻഡ് എന്ന് വായിക്കാം ഇതിന്. ആൻഡ് ഇത് ഓർ എന്ന് വായിക്കും ഇങ്ങനെ. വി ദിസ് ഇസ് ആൻഡ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ഫിൽ ചെയ്യാൻ പറ്റുന്നില്ലേ? ചെയ്തോ അത്? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. കൺസിഡർ ദി ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ ദി സെറ്റ് 1 2 3 4 5 given by the following multiplication table. അപ്പൊ ക്വസ്റ്റില് ടേബിൾ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ആ ക്വസ്റ്റില് ഒരു ടേബിൾ, അതാണ് ആ ക്വസ്റ്റ്യൻ. ആ ടേബിൾ ബേസ് ചെയ്തിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. അത് സ്റ്റാർ ആണ്. 1 2 3 4 5 ക്വസ്റ്റ്യൻ ആണിത്. 1 2 3 4 5 1 2 3 4 5. ഇനി ഇതില് ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ തന്നെ അത് ഫിൽ ചെയ്ത് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആയിട്ട് 1 1 1 1 then 2 1 2 1 2 1 2 1 1 3 1 1 1 1 then 2 1 4 1 2 1 4 1 1 1 1 5. There is 5 1 1 1. ഇതാണ് അങ്ങനെ ടേബിൾ ആണ് തന്നിരിക്കുന്നത്. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് 2 star 3 star 4 and 2 star 3 star 4. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ടേബിൾ നോക്കിയിട്ടാണ് നമുക്കിത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കാം. 2 star 3ക്ക് ഇവിടെ 2 നോക്കണം. 2 star 3 എത്ര കാണുന്നേ? 1. അപ്പൊ ഇത് 1. It is 1 star 4. പിന്നെ നോക്കുക 1 star 4. It is 1. That is equal to 1. The answer is 1. ഇനി ഇവിടെ 2 star, ആദ്യം 3 star 4 നോക്കുക. 3 star 4 is 1. ഇനി 2 star 1 നോക്കുക. 2 star 1, it is 1 1. അപ്പൊ രണ്ടും നമുക്ക് 1 എന്ന്. അപ്പൊ ഇനി നെക്സ്റ്റ് അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ്, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ സ്റ്റാർ കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം സെറ്റ് തന്നിരിക്കുന്നത് 1 2 3 4 5 ആണ്. അതാ നോക്കുക, ഈ എലമെന്റ്സ് ആണ് ഇതിലാണ് സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ 2 star 3 നോക്കുക 1, 3 star 2 നോക്കുക 1, ഒരു 4 star 3 is 1, 3 star 4 is 1. അങ്ങനെ ഈ ടേബിളില് ഡിഫറെന്റ് എലമെന്റ്സ് എടുത്തിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടോന്ന് ടേബിൾ വെച്ച് നമ്മളൊന്ന് നോക്കുകയാണ്. അപ്പൊ നോക്കുന്ന സമയത്ത് സെയിം ആണ്, എല്ലാം സെയിം ആണ്. അപ്പൊ ഈ ആ ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ എഴുതിയാൽ മതി. എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ
for every A and B in this set 1, 2, 3, 4, 5. അത് ഈ 1, 2, 3, 4, 5 നിന്നാണ് നമ്മൾ രണ്ട് എലമെന്റ്സ് എടുക്കുന്നത്. ഏത് രണ്ട് എലമെന്റ്സ് അതിൽ നിന്ന് എടുത്താലും അത് കമ്മ്യൂട്ട് ചെയ്യുന്നു. It is commutative. Next, compute 2 star 3 star 4 star 5. 2 star 3 star 4 star 5. That is equal. ഇതാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനില്. അപ്പൊ ആദ്യം 2 star 3 നോക്കുക. 2 star 3 it is 1 star 4 star 5 it is also 1 1 star 1 നോക്കുക. 1 star 1 is 1. The answer is 1. Okay. Clear അല്ലേ? Clear? Clear. Yeah. Again, question number 5. Star dash നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിനെ മ്യൂട്ട് ചെയ്യണം. ലെറ്റ് സ്റ്റാർ ഡാഷ് ബി ദി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫിഫ്ത്ത് binary operation on the set 1, 2, 3, 4, 5 defined by A star dash B equal to HCF of A and B. Is the operation star dash same as the operation star defined in exercise 4 above? Justify your answer. അപ്പോ ഫിഫ്ത്ത് ക്വസ്റ്റ്യനില് സ്റ്റാർ ഡാഷ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ സെയിം സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് സ്റ്റാർ ഡാഷിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. A star dash B equal to HCF of A and B. A B-യുടെ HCF ആണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. എന്നിട്ട് ഈ ക്വസ്റ്റ്യനിലെ സ്റ്റാർ തന്നെയാണോ ഈ സ്റ്റാർ ഡാഷ്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു സ്റ്റാർ ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, സ്റ്റാർ ഡാഷ് വെച്ചിട്ട് ഒന്നുകൂടെ ടേബിൾ വരയ്ക്കുക. സ്റ്റാർ ഡാഷ് ഇവിടെ സ്റ്റാർ ഡാഷ് കൊടുത്തിട്ട് 1, 2, 3, 4, 5 1, 2, 3, 4, 5 കൊടുക്കുക. എന്നിട്ട് എങ്ങനെ എലമെന്റ്സ് കാണുന്നതെന്ന് ചോദിച്ചാല് 1 and 1ന്റെ ഇവിടെ സ്റ്റാർ ഡാഷ് ആണ് വരിക. 1 and 1ന്റെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ രണ്ട് നമ്പേഴ്സിന്റെയും ഫാക്ടർ കോമൺ ആയിട്ടുള്ള ഫാക്ടർ ആയിരിക്കണം. ആ ഫാക്ടേഴ്സിൽ ഹയസ്റ്റ് 1 അതാണ് HCF. അപ്പൊ ഇവിടെ 1 and 2 എടുത്താലും 1. അപ്പൊ 1 വെച്ച് ഏത് നമ്പറിന്റെ HCF എടുത്താലും 1 അല്ലേ കിട്ടുക, ആണോ? അതുകൊണ്ട് ഈ ഇത് കംപ്ലീറ്റ് 1 വരും. അതുപോലെ 1 വരുന്ന കോളം നോക്കുക. ഈ 1 വെച്ചിട്ടാണ് ഈ 1, 2, 3, 4, 5ന്റെ HCF നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ കോളം കംപ്ലീറ്റ് 1 വരും. പിന്നെ 2 എടുത്താല് 2 star 2 എന്ന നമ്പറിന്റെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇസ് 2. 2 and 4 രണ്ടിന്റെയും 4ന്റെയും ഫാക്ടേഴ്സില് ബിഗസ്റ്റ് 1 കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സില് ഹയസ്റ്റ് 1 ഇറ്റ് ഈസ് 2. കേറാവുന്നില്ലേ? ഉണ്ടോ? പിന്നെ 2ഉം 5ഉം എടുത്താല് 2ഉം 5നും കോമൺ ഫാക്ടർ ഇല്ല മീൻസ് 1 ഉള്ളൂ. സോ ഇറ്റ് ഈസ് 1 അല്ലേ? അതായത് എപ്പോഴും നമ്മൾ ഫാക്ടർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 1നെയും ആ നമ്പറിനെയും തന്നെ രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും, പിന്നെ ബാക്കിയുള്ള ഫാക്ടേഴ്സ്. അപ്പൊ അങ്ങനെ ഈ 2 and 5ന്റെ ഫാക്ടേഴ്സിൽ ബിഗസ്റ്റ് 1 എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ 3 and 1ല് 1 ആണ്. 3 and 2 എടുത്താല് അതും 1 വരും. 3 and 3 എടുക്കുമ്പോൾ 3. അപ്പൊ ഇങ്ങനെ ഇതിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് ആക്ച്വലി HCF ആണ്, നമ്പേഴ്സിന്റെ HCF ആണ്. അപ്പൊ ആ ക്വസ്റ്റിന്റെ ആൻസർ എഴുതേണ്ടത് ചോദിച്ചിരിക്കുന്നത് is the operation star dash same as the operation star? Right, star dash is equal to star. Star in the above question രണ്ടും സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം.
Next one, star b the binary operation on n given by a star b equal to LCM of a and b. എന്നിട്ട് അതിലൊരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ സ്റ്റാർ എന്ന് പറയുന്ന LCM ആണ്. അപ്പൊ a star b equal to LCM of a and b. ഈ രണ്ട് നമ്പേഴ്സിന്റെ LCMത്തിനെയാണ് a star b ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫൈൻഡ് 5 star 7, 20 star 16. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം എന്താ 5 and 7ന്റെ LCM? അടൂ എന്താണ് 5 and 7ന്റെ LCM? പറയൂ. It is 35. പിന്നെ 20 and LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതായത് ആ രണ്ട് നമ്പേഴ്സിന്റെ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസിൽ വെച്ചിട്ട് ലീസ്റ്റ് വൺ. That is the LCM. 20 and 16 എന്താ പറയുക? രണ്ടിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആയിരിക്കണം, ലീസ്റ്റ് വൺ ആയിരിക്കണം. That is ഇതിന്റെ 80. It is 80. ചെറിയ ക്ലാസ്സിൽ LCM കാണാൻ പഠിച്ചിട്ടില്ലേ? 20, 16 എഴുതുക, എന്നിട്ട് ഫാക്ടറൈസ് ചെയ്യുക. 2 ഫാക്ടേഴ്സ് എല്ലാം തീരുമ്പോൾ 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് പോകും. അങ്ങനെ സൈഡിലുള്ള എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? LCM കിട്ടുന്ന. ഓർക്കുന്നുണ്ടോ? ഓക്കെ. അങ്ങനെയാണ് 80. അതായത് 4 into 20 80. അതായത് 20യുടെ മൾട്ടിപ്പിൾ ആണ് 80. അതുപോലെ 5 into 16 80. അപ്പം 20യുടെയും 16ന്റെയും മൾട്ടിപ്പിൾസിലെ ലീസ്റ്റ് ഇതിനേക്കാൾ ചെറിയ ഒരു കോമൺ മൾട്ടിപ്പിൾ ഇല്ല ഈ രണ്ട് നമ്പേഴ്സിന്. ലീസ്റ്റ് വൺ ഇസ് ദിസ് 80. LCM is 80. നെക്സ്റ്റ്, ഈ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ a star b എന്ന് പറഞ്ഞാൽ LCM of a and b. That is the same as LCM of b and a. അല്ലെ? എയുടെയും ബിയുടെ LCM എന്ന് പറഞ്ഞാൽ ബി എയുടെ LCM എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം ആണ്. It is equal to b star a. So it is commutative. Then a star associative. Next question, third one, associative എന്നുണ്ടെന്നാണ്. അപ്പൊ a star b star c is LCM of a and b star c. അപ്പം എയുടെയും ബിയുടെയും ആയ LCM ആയിട്ടുള്ള ഒരു നമ്പർ, പിന്നെ സി എന്ന നമ്പറിന്റെയും കൂടെ LCM എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് നമ്പറിന്റെ LCM ആണ്. LCM of a b c. അതുപോലെ തന്നെ a star b star c യും വരും. It is LCM of a star LCM of b and c. A star LCM of b and c. സെറ്റ് ഇടുകയാണെങ്കിൽ കോമ ഇട്ടാൽ മതി. ബി സി. It is same as LCM of ABC. It is associative. Find the identity. In next question adile fourth one, find the identity of star in n. n-ല് ഈ സ്റ്റാറിന്റെ ഐഡന്റിറ്റി കാണാം. എന്നാണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ എന്നൊരു എലമെന്റിന് നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ ആയിട്ട് ഏത് എലമെന്റിനെ സ്റ്റാർ ചെയ്താലും നമുക്ക് ആ എലമെന്റ് തന്നെ കിട്ടണം. അതായത് എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ആവുന്ന ആ പർട്ടിക്കുലർ എലമെന്റിനെയാണ്. അതൊരു പർട്ടിക്കുലർ എലമെന്റ് ആയിരിക്കും, യുണീക്ക് എലമെന്റ് ആയിരിക്കും, വൺ ആൻഡ് ഓൺലി വൺ എലമെന്റ് ആയിരിക്കും ഐഡന്റിറ്റി. അപ്പൊ അങ്ങനെ ഒരു ഐഡന്റിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അതിന് നമുക്ക് എന്നിൽ അന്വേഷിക്കണം. അതായത് ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ LCM ആണ്. LCM ഓഫ് എ ആൻഡ് ഡി ഈക്വൽ ടു എ ആവുന്നത്. അതായത് ഏത് എ എടുത്താലും അതിന്റെയും ആ ഒരു പർട്ടിക്കുലർ നമ്പറിന്റെയും കൂടെ LCM എപ്പോഴും നമ്മൾ എടുക്കുന്ന നമ്പർ തന്നെ ആവണമെങ്കിൽ എന്തായിരിക്കണം?
എന്നിൽ നിന്നാണ് എടുക്കുന്നത്. എയുടെയും ഏത് നമ്പറിന്റെ LCM ആണ് എ തന്നെ ആയിട്ട് വരിക? ഒരു 5-ന്റെയും 1 ആണ് ടീച്ചർ. is equal to 1. So identity element is 1. The identity element is equal to 1. ഇനി ഒരു 2 ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ രണ്ടല്ല ഒരു 3 എണ്ണം കൂടെ ഹോംവർക്ക് ആയിട്ട് തരാം. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ, പറഞ്ഞാൽ മതി. അപ്പൊ 1.4 ക്വസ്റ്റ്യൻ നമ്പർ 7, 8, 9. Okay. Then 10 കൂടെ എഴുതിക്കോളൂ. 10 is related to that question. Okay. Next, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11th ക്വസ്റ്റ്യൻ. ടീച്ചർ ഇതിൽ 5th സബ് ക്വസ്റ്റ്യൻ ചെയ്തില്ല. എന്താ 5th സബ് ക്വസ്റ്റ്യൻ ചെയ്തില്ല ടീച്ചർ. 5th which element? ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലേ? Which element of n are invertible for the operation star എന്ന് അല്ലേ? അപ്പൊ ഇവിടെ അത് വിട്ടുപോയി, അതുകൂടെ ചെയ്യാം, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ n ആണ് സെറ്റ്. അപ്പൊ ഇതില് which element of n are invertible in star? അപ്പൊ A inverse എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, സോറി A star അല്ല, A inverse എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ A inverse star or A star A inverse must be equal to E. എക്ക് ഇൻവേഴ്സ് വേണമെങ്കിൽ A star A inverse E ആയിരിക്കണം. നമ്മുടെ ഇവിടുത്തെ E എത്രയാണ്? 1 ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനില് E is 1, ഐഡന്റിറ്റി എലിമെന്റ് is 1. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. A star A inverse equal to 1 സാറ്റിസ്ഫൈ ചെയ്യുന്ന A inverse ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് LCM of A and A inverse must be 1. അപ്പോ ഇവിടെ ഏത് എലമെന്റ് എടുത്ത് A is any element, ഇപ്പൊ ഏത് എലമെന്റ് എടുത്താലും അതിന് ഒരു വേറൊരു എലമെന്റ് വേണം. ഏത് രീതിയിൽ? ആ 2 എലമെന്റ്സിന്റെയും LCM 1 ആവുന്ന രീതിയിൽ. അങ്ങനെ എല്ലാ എലമെന്റ്സിനും ഓരോ പർട്ടിക്കുലർ എലമെന്റ്സ് രണ്ടിന്റെ കൂടെ LCM 1 ആയിട്ട് വരുമോ എന്നിൽ, നാച്ചുറൽ നമ്പേഴ്സിൽ? വരില്ല. ഏതിന് മാത്രമേ വരൂ? 1 and 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? LCM is 1. 1ന്റെയും 1ന്റെ LCM എടുത്താൽ നമുക്ക് 1 കിട്ടും. പക്ഷെ ഇവിടെ അത് പോരാ. എല്ലാ എലമെന്റ്സിനും, എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഇങ്ങനെ ഒരു ഇൻവേഴ്സ്, ഇങ്ങനെ ഒരു വേറൊരു നാച്ചുറൽ നമ്പർ രണ്ടിനോട് LCM 1 ആയിട്ട് വരുന്ന പോലെ വേണം. എങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? A inverse എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന്. A inverse exists if A star A inverse is E, that is if A star A inverse is 1, that is if LCM of this is 1, it is not possible. There exists not such a natural number. അല്ലേ? അങ്ങനെ ഓരോ നമ്പറിനും ഓരോ നമ്പർ ഉണ്ടോ? ഇല്ല. ഇപ്പം എന്താ പറയാ, നെഗറ്റീവ് ഒരു നമ്പറിന്റെ, അതായത് സബ്ട്രാക്ഷന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ 3 എന്ന നമ്പറിന് ഒരു ആഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും, -3. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി ആയി 0 കിട്ടും. വേറെ 5 എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ ആഡിറ്റീവ് ഇൻവേഴ്സ് -5. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 0 കിട്ടും, ഐഡന്റിറ്റി ആയ 0 കിട്ടും എന്ന രീതിയിൽ ഇവിടെ ഒരു നാച്ചുറൽ നമ്പർ വേറെ നാച്ചുറൽ നമ്പർ കൂടെ LCM എടുത്തു കഴിഞ്ഞാൽ 1 കിട്ടണം. വേറൊരു നമ്പർ എടുത്താൽ അതിന് വേറൊരു പർട്ടിക്കുലർ നമ്പർ LCM 1. ഉണ്ടോ അങ്ങനെ? ഇല്ല. സോ ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. Inverse does not exist.
ഇനി നമുക്ക് 11th വരാം അല്ലെ. ലെറ്റ് എ ഈക്വൽ ടു n ക്രോസ് n ആൻഡ് സ്റ്റാർ ബി ദി ബൈനറി ഓപ്പറേഷൻ ഓൺ എ ഡിഫൈൻഡ് ബൈ. Defined by AB star CD is A plus C, B plus D. B plus D. A എന്ന് പറയുന്നത് n ക്രോസ് n ആണ്, സ്റ്റാർ ഡിഫൈൻഡ് ആണ്. A is n cross n. Star defined on it. Then show that star is commutative associative. Find the identity for star on A if any. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ നോക്കാൻ ഇവിടെ നോക്കാം. ഒരു എലമെന്റ് എന്ന് പറഞ്ഞാല് ഒരു പെയർ, ഓർഡേർഡ് പെയർ ആണ്. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ചെക്ക് ചെയ്യണമെങ്കിൽ എ ബി സ്റ്റാർ സി ഡി ഇവിടെ ഉണ്ട്. നമുക്കിനി സി ഡി സ്റ്റാർ എ ബി എന്താന്ന് നോക്കാം. അപ്പൊ ഈ സ്റ്റാർ ചെയ്യുന്നത് രണ്ട് ഓർഡേർഡ് പെയേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാല് ഫസ്റ്റ് എലമെന്റ് ആഡ് ചെയ്യും, സെക്കൻഡ് എലമെന്റ് ആഡ് ചെയ്യും. ഇതാണ് സ്റ്റാർ ചെയ്യുന്നത്. അപ്പൊ സി ഡി സ്റ്റാർ എ ബി എന്തായിരിക്കും? സി പ്ലസ് എ ഡി പ്ലസ് ബി. അതിനെ നമുക്ക് എ പ്ലസ് സി ബി പ്ലസ് ഡി എന്ന് എഴുതാം. It is equal to AB star CD. AB star CD. ഇനി അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോന്ന് നോക്കണം. അസോസിയേറ്റ് 3 എലമെന്റ്സ് എടുക്കുക. എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ്. ഇ വേണ്ട, ഈ നമുക്ക് ഐഡന്റിറ്റി ആയിട്ടാണ് ഇ എന്ന ലെറ്റർ നമ്മൾ എപ്പോഴും എടുക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് സി ഡി ഒരു എഫ് ജി എടുക്കാം. അതിന്റെ ഫസ്റ്റ് അസോസിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഒന്നിച്ചെടുക്കാം. ആദ്യം ഡെഫിനിഷൻ കൊടുക്കുക അതിന്. അപ്പൊ എ പ്ലസ് സി ബി പ്ലസ് ഡി സ്റ്റാർ എഫ് ജി ഈക്വൽ ടു എ പ്ലസ് സി പ്ലസ് എഫ് ബി പ്ലസ് ഡി പ്ലസ് ജി അല്ലെ. ഫസ്റ്റ് എലമെന്റ് ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇനി എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ എഫ് ജി എടുക്കുക. That is എ ബി സ്റ്റാർ സി പ്ലസ് എഫ് ഡി പ്ലസ് ജി. Again സ്റ്റാർ അപ്ലൈ ചെയ്യാം. എ പ്ലസ് സി പ്ലസ് എഫ് ബി പ്ലസ് ഡി പ്ലസ് ജി എന്ന് കിട്ടും. നമുക്ക് കമ്പയർ ചെയ്യാം. സെയിം ആണ്. So it is associative. Then find the identity element for star on A if any. അപ്പൊ ഇതിൽ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോന്ന്. നോക്കാം. നമുക്ക് സപ്പോസ് ചെയ്യാം. സപ്പോസ് E1 E2 is the identity element. അപ്പൊ ഈ എലമെന്റ് എയിലുണ്ടോ എന്ന് നമുക്ക് നോക്കണം. എ എന്ന സെറ്റ് ക്രോസ് പ്രോഡക്റ്റ് ആണ്. ഏതൊക്കെ സെറ്റിന്റെ ക്രോസ് പ്രോഡക്റ്റ് ആണ്? എൻ ക്രോസ് എൻ, നാച്ചുറൽ നമ്പർ ക്രോസ് നാച്ചുറൽ നമ്പർ ആണ്. പിന്നെ ഇതാണ് ഐഡന്റിറ്റി എങ്കിൽ എ ബി സ്റ്റാർ E1 E2, ഇത് എ ബി മീൻസ് ദിസ് എ ബി ഇസ് എനി ആർബിട്രറി പെയർ ആണിത്. ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു എ ബി. എലമെന്റും ഇയും കൂടി സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ എലമെന്റ് തന്നെ കിട്ടണം. അങ്ങനെയുള്ള ആ ഇയെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡന്റിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇനി ഇവിടെ ഡെഫിനിഷൻ കൊടുക്കാം. അപ്പൊ എ പ്ലസ് E1 ബി പ്ലസ് E2 must be equal to AB
ഈക്വേറ്റ് ചെയ്യാം. ഇപ്പൊ രണ്ട് പെയർ ഈക്വൽ ആണ് എങ്കിൽ രണ്ട് ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് ഈക്വൽ ആവണം. a പ്ലസ് e1 ഈസ് a, b പ്ലസ് e2 ഈസ് b. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടുന്ന് a ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് e1 ഈസ് 0, e2 ഈസ് 0 എന്ന് കിട്ടും. സോ ഐഡന്റിറ്റി ഈസ് 0 0. e1 e2 ആണ് ഐഡന്റിറ്റി. ഇനി ഇത് ഈ എലമെന്റ് സെറ്റിനകത്ത് ഉണ്ടാവോ? പറയൂ. No. ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പർ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് n+n. n+n ആണ് നമ്മൾ എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഐഡന്റിറ്റി എലമെന്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. Identity element does not exist. That's it. ഇനി ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ, പിന്നെ ഒരു ട്രൂ ഫോൾസ് ക്വസ്റ്റ്യൻ. 12 13 അതുകൂടെ നിങ്ങൾ ഹോംവർക്ക് ചെയ്യാം. 12 13. അപ്പം അങ്ങനെ നമ്മുടെ ടോപ്പിക് ഇവിടെ തീരാണ്.